ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു ആയിഷൂസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ടാക്കോ ക്രസൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദ, ഈസ്റ്റ് 1 ടീസ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, കുഴക്കാൻ ആവശ്യമുള്ള പാല്. ആദ്യം മൈദയിലേക്ക് ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ്, പാൽപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. ശേഷം ഇതിലേക്ക് പാലൊഴിച്ച് മാവ് കുഴച്ചെടുക്കാം. മാവ് നന്നായി കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കാം. ബട്ടർ നന്നായി മാവിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ആദ്യം ഒട്ടുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. അത് കുഴച്ചു കൊണ്ടിരിക്കുമ്പോൾ ലെവലായി കിട്ടും. അപ്പോൾ മാവിത നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇത് 2 ഹവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നന്നായി കവർ ചെയ്ത് വേണം വെക്കാൻ. ഈ ടൈം നമുക്ക് ഇതിനു വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അതിനാവശ്യമുള്ളത് 1 കപ്പ് ബോൺലെസ് ചിക്കൻ അരച്ചെടുത്തതാണ്. ഇത് ജസ്റ്റ് ചോപ്പറിലിട്ട് ചതച്ചെടുത്താൽ മതി. പിന്നെ ഒരു സവാള ചോപ്പ് ചെയ്തത്, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറ് മാറി തുടങ്ങിയാൽ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ നന്നായി വേവിച്ചെടുക്കാം. ചിക്കൻ്റെ കളറ് മാറി വൈറ്റ് കളറായി വരും. ആ ടൈം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക്, ഉപ്പ് ഇട്ട് കൊടുക്കാം. ശേഷം ജീരകപ്പൊടി, മല്ലിപ്പൊടി, ചില്ലി ഫ്ലേക്സ് എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം.
ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കിയ ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട ശേഷം 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിലാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ കുഴച്ച് വെച്ച മാവ് 2 മണിക്കൂറിന് ശേഷം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് നന്നായി കുഴച്ച് കൊടുത്ത ശേഷം 2ആയിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് മൈദ ഇട്ട് പരത്തിയെടുക്കുന്നുണ്ട്. നന്നായി കനം കുറച്ച് പരത്താൻ പാടില്ല. കുബൂസിൻ്റെ ആ ഒരു കനത്തിലാണ് പരത്തേണ്ടത്. ഇനി ഇതിനെ ഇങ്ങനെ മുറിച്ചു കൊടുക്കാം. 8 പീസായിട്ടാണ് ഞാൻ മുറിക്കുന്നത്. ഇനി ഇതൊരു ബട്ടർ പേപ്പറിൽ എണ്ണ തടവി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ എയർ ഫ്രയറിലാണ് ആക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഓവൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പം എയർ ഫ്രയറിൽ 10 മിനിറ്റാണ് വെച്ചത്. ഓവൻ ആണെങ്കിൽ 20 മിനിറ്റാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഇതാ ഞാൻ വെച്ച് കൊടുക്കുന്ന ഈ ഒരു രൂപത്തിൽ വെച്ച് കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ വരുന്ന രൂപത്തിലാണ് വെക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായി ആക്കി വെച്ച മസാല വെച്ച് കൊടുക്കാം. പിന്നീട് ഇതിന് മുകളിലായി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇതിൻ്റെ അറ്റഭാഗം എടുത്ത് ഇതിൻ്റെ അടിയിലേക്ക് മടക്കി ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മുട്ട നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ബ്രഷ് കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഹീറ്റ് ചെയ്ത എയർ ഫ്രയർ 200 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 30 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓവണിലാണെങ്കിൽ 20 to 30 മിനിറ്റ് ആണ് വെക്കാറ്. ഇത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി. അപ്പോൾ കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ ഇതാ ടാക്കോ ക്രസൻറ്റ് റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.